ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത്. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. നാരായണീയ പഠന ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്ന് 4-ാമത്തെ ദശകത്തിൽ 13-ാമത്തെ ശ്ലോകമാണ് നോക്കാൻ പോണത്. 13-ാമത്തെ ക്രമമുക്തൻ്റെ മോക്ഷത്തെക്കുറിച്ചാണ് പറയണത്. ക്രമമുക്തൻ ഇപ്പോൾ മഹാരാലയത്തിലെത്തി. അവിടുന്ന് ശേഷൻ്റെ മുഖത്തു നിന്നും ഉയരുന്ന അഗ്നിയുടെ ചൂടേറ്റ് പീഡിപ്പിക്കപ്പെടുന്ന സമയത്തോ അതല്ലെങ്കിൽ അതിനു മുൻപ് തന്നെയോ ബ്രഹ്മപദത്തിലേക്കോ അതല്ലെങ്കിൽ വിഷ്ണുപദത്തിലേക്കോ ലയിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഈ വിഷ്ണുപദത്തിൽ അതല്ലെങ്കിൽ ബ്രഹ്മപദത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ക്രമമുക്തന് സംഭവിക്കുന്നത്? ക്രമമുക്തൻ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാട്ടോ. തത്ര വാ തവ പദേധവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാഭിമുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസ എന്നാണ് പറയുന്നത്. തത്ര വാ തവ പദേ അഥവാ, അല്ലെങ്കിൽ അവിടെയോ ബ്രഹ്മപദത്തിലോ അതല്ലെങ്കിൽ വിഷ്ണുപദത്തിലോ വസിച്ചിട്ട് പ്രാകൃത പ്രളയേ മുക്തതാം ഏതി. പ്രാകൃത പ്രളയത്തിൽ എന്ന് വെച്ചാൽ ബ്രഹ്മപ്രളയത്തിൽ മുക്തി പ്രാപിക്കുന്നു. നമുക്ക് നോക്കാട്ടോ. നോക്കൂ, നമുക്ക് ക്രമത്തിൽ അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം. തത്ര വാ തവ പദേധവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാപി മുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസ. തത്ര വാ തവ പദേധവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാപി മുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസ. പദച്ഛേദം ചെയ്യാം. തത്ര വാ തവ പദേ പ്ലസ് അഥവാ പദേധവാ വസൻ പ്രാകൃത പ്രളയേ പ്ലസ് ഏതി പ്രാകൃത പ്രളയ ഏതി പ്രളയേ പ്ലസ് ഏതി പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാഭി പുരാ പ്ലസ് അഭി പുരാഭി മുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡം ഓജസ ജഗദണ്ഡമോജസ. ജഗദണ്ഡം പ്ലസ് ഓജസ ജഗദണ്ഡമോജസ. പദങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം. തത്ര എന്ന് വെച്ചാൽ അവിടെ എന്നർത്ഥം. വാ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്നർത്ഥം. അഥവാ പോലെ തന്നെ വാ ഓർ എന്ന് ഇംഗ്ലീഷിൽ. തത്ര വാ അവിടെയോ. തവ നിൻ്റെ അങ്ങയുടെ പദേ പദത്തിൽ അഥവാ അല്ലെങ്കിൽ തവ പദേ അങ്ങയുടെ പദത്തിലോ എന്നർത്ഥം. വസൻ വസിക്കുന്നവൻ. പ്രാകൃത പ്രളയേ എന്ന് വെച്ചാൽ ബ്രഹ്മപ്രളയത്തിൽ എന്നർത്ഥം. പ്രാകൃത പ്രളയേ എന്ന് വെച്ചാൽ ബ്രഹ്മപ്രളയത്തിൽ. ഏതി എന്ന് വെച്ചാൽ വരുന്നു എന്നർത്ഥമുണ്ട്. ഏതി വരുന്നു, പ്രാപിക്കുന്നു എന്നർത്ഥം. മുക്തതാം ഏതി മോക്ഷത്തെ പ്രാപിക്കുന്നു. മുക്തതയെ മോക്ഷത്തെ പ്രാപിക്കുന്നു. സ്വേച്ഛയാ സ്വന്തം ഇച്ഛയനുസരിച്ച്, സ്വന്തം ഇഷ്ടപ്രകാരം. ഖലു എന്ന് വെച്ചാൽ ആണല്ലോ.
പുര എന്ന് വെച്ചാൽ മുൻപ് എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. പണ്ട് എന്നും അർത്ഥമുണ്ട്, പക്ഷേ ഇവിടെ അർത്ഥം മുൻപ്. പുര എന്ന് വെച്ചാൽ മുമ്പ് എന്നർത്ഥം. പുരാബി മുമ്പും, മുമ്പ് തന്നെ. മുച്യതേ മോചിക്കപ്പെടുന്നു എന്നർത്ഥം. മുച്യതേ മോചിക്കപ്പെടുന്നു, മോക്ഷം പ്രാപിക്കപ്പെടുന്നു എന്നർത്ഥം. മോക്ഷം പ്രാപിക്കുന്നു എന്നർത്ഥം. സംവിഭിദ്യ, സംവിഭിദ്യ എന്ന് വെച്ചാൽ പിളർന്നിട്ട്, വിഭേദനം ചെയ്തിട്ട്, പിളർന്നിട്ട്. സംവിഭിദ്യ പിളർന്നിട്ട്. ജഗദണ്ഡം ബ്രഹ്മാണ്ഡം എന്നർത്ഥം. ജഗദണ്ഡം ബ്രഹ്മാണ്ഡം, ലോകത്തെ തന്നെ എന്നർത്ഥം. ഓജസ ഓജസ് കൊണ്ട്, യോഗബലം കൊണ്ട് എന്നർത്ഥം. ഇനി ഇതിൻ്റെ അന്വയക്രമത്തിൽ നമുക്ക് അർത്ഥം നോക്കാം. തത്ര വാ അവിടെ തന്നെയോ. അവിടെ എന്ന് വെച്ചാൽ എവിടെയാണ്? ബ്രഹ്മലോകത്ത് എന്നർത്ഥം. ഇപ്പം ബ്രഹ്മലോകത്തിലെത്തി എന്നല്ലേ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആസ്ഥിതോധ മഹരാലയേ യഥാ ശേഷവക്ത്ര ദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസപദം അത പുരൈവവാ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ധ്രുവപദ പ്രാപ്തിക്ക് ശേഷം മഹർലോകത്ത് എത്തിച്ചേർന്ന യോഗി എപ്പോഴാണോ ആദിശേഷൻ്റെ മുഖത്ത് നിന്നും ഉയരുന്ന ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുന്നത്, അപ്പോഴോ അതല്ലെങ്കിൽ അതിന് മുൻപ് തന്നെയോ അങ്ങയെ ശരണം പ്രാപിച്ച് ബ്രഹ്മപദത്തിൽ, ബ്രഹ്മലോകത്തേക്ക് പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രമമുക്തൻ ഇപ്പോൾ എവിടെ എത്തിയെന്നറിയോ? ബ്രഹ്മലോകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബ്രഹ്മലോകത്ത് തത്ര വാ അവിടെയോ, അവിടെ വെച്ചാൽ ആ ബ്രഹ്മലോകത്തോ, തവ പദേ, തവ പദേ വെച്ചാൽ അങ്ങയുടെ, നിൻ്റെ പദത്തിലോ, നിൻ്റെ ആരോടെ സംസാരിക്കണത്? ഇപ്പോൾ മേൽപ്പത്തൂര് പറയണത് നീ എന്ന് പറയണത് ആരെ ഉദ്ദേശിക്കുന്നത്? മഹാവിഷ്ണുവിനെയാണ്, ശ്രീകൃഷ്ണൻ ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ്. തവ പദേ എന്ന് വെച്ചാൽ നിൻ്റെ പദത്തിലോ വിഷ്ണു പദത്തിലോ എന്നർത്ഥം. ആ ബ്രഹ്മപദത്തിലോ അതല്ലെങ്കിൽ വിഷ്ണു പദത്തിലോ വസിക്കുന്നവനായിട്ട് ആ യോഗി ബ്രഹ്മപദത്തിലോ അതല്ലെങ്കിൽ വിഷ്ണുപദത്തിലോ വസിക്കുന്നവനായിട്ട് പ്രാകൃത പ്രളയേ മുക്തതാം ഏതി, ബ്രഹ്മപ്രളയത്തിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു. അഥവാ അല്ലെങ്കിൽ സ്വേച്ഛയാ സ്വന്തം ഇച്ഛാനുസാരം പുരാ മുമ്പ് തന്നെ, അതായത് പ്രാകൃത പ്രളയത്തിന് മുമ്പ് തന്നെ ഓജസ തൻ്റെ യോഗബലം കൊണ്ട് ജഗദണ്ഡം സംവിഭിദ്യ ബ്രഹ്മാണ്ഡത്തെ ഭേദിച്ചിട്ട് മുച്യതേ മോക്ഷം പ്രാപിക്കുന്നു എന്നർത്ഥം. ഒന്നുകിൽ പ്രാകൃത പ്രളയത്തിൽ മോക്ഷം പ്രാപിക്കുന്നു, പ്രാകൃത പ്രളയത്തിൽ മുക്തതയെ പ്രാപിക്കുന്നു, അതല്ലെങ്കിൽ പ്രാകൃത പ്രളയത്തിന് മുൻപ് തന്നെയോ തൻ്റെ യോഗശക്തി കൊണ്ട്, യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ഡത്തെ ഭേദിച്ച് ബ്രഹ്മാണ്ഡം പിളർന്നിട്ട് മുച്യതേ മോക്ഷം പ്രാപിക്കുന്നു എന്നർത്ഥം. അന്വയക്രമത്തിൽ അർത്ഥം ഒന്നുകൂടി നോക്കാം. തത്ര വാ അവിടെ തന്നെയോ, എവിടെ? ബ്രഹ്മലോകത്തിലോ. അഥവാ അല്ലെങ്കിൽ തവ പദേ വാ അങ്ങയുടെ പദത്തിലോ വിഷ്ണുലോകത്തിലോ വസിക്കുന്നവനായ യോഗി പ്രാകൃത പ്രളയേ ബ്രഹ്മപ്രളയത്തിൽ മുക്തതാം ഏതി മോക്ഷത്തെ പ്രാപിക്കുന്നു. അഥവാ അല്ലെങ്കിൽ സ്വേച്ഛയാ സ്വന്തം ഇച്ഛാനുസാരം പുരാ മുമ്പ് തന്നെ, പുരാബി മുമ്പ് തന്നെ, പ്രാകൃത പ്രളയത്തിന് മുമ്പ് തന്നെ എന്നർത്ഥം. ഓജസ തൻ്റെ യോഗബലം കൊണ്ട് ജഗദണ്ഡം സംവിഭിദ്യ ബ്രഹ്മാണ്ഡത്തെ ഭേദിച്ചിട്ട് ബ്രഹ്മാണ്ഡം പിളർന്നിട്ട് മുച്യതേ മോക്ഷം പ്രാപിക്കും എന്ന്. ഒന്നുകൂടി പറയാം. ബ്രഹ്മലോകത്തെ പ്രാപിച്ചവർക്ക് രണ്ട് രീതിയിലുള്ള ഗതിയാണ് ഉള്ളത്. ബ്രഹ്മലോകത്ത് എത്തിയ ക്രമമുക്തന് രണ്ട് രീതിയുണ്ട്, രണ്ട് രീതിയിലുള്ള ഗതിയാണ് ഉള്ളത്. ഒന്നുകിൽ ഇങ്ങനെ സത്യലോകത്തെ ബ്രഹ്മലോകത്തെ പ്രാപിച്ചവൻ അവിടെ തന്നെയോ അല്ലെങ്കിൽ വിഷ്ണു ലോകത്തിലോ വസിച്ചിട്ട് മഹാപ്രളയത്തിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു. അല്ലെങ്കിൽ ബ്രഹ്മാദി ഭോഗങ്ങളിൽ വിരക്തനായി മോക്ഷേച്ഛയോടെ തൻ്റെ യോഗശക്തി കൊണ്ട് ബ്രഹ്മാണ്ഡത്തെ ഭേദിച്ച് ആ മാർഗത്തിലൂടെ മുക്തനായിത്തീരുന്നു എന്നാണ് ഇതിൻ്റെ ആശയം. ഒരു വട്ടം നമുക്ക് ചൊല്ലാം.
തത്ര വാ അവിടെ തന്നെയോ, തവ പദേധവ അഥവാ അങ്ങയുടെ പദത്തിലോ, വസൻ വസിക്കുന്നവനായ യോഗി, പ്രാകൃത പ്രളയേ മുക്തതാമേതി പ്രാകൃത പ്രളയ ഏതി മുക്തതാം. സ്വേച്ഛയാ ഖലു പുരാഭിമുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. ഒന്നുകൂടി വായിക്കാം. തത്ര വാ തവ പദേധവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം. സ്വേച്ഛയാ ഖലു പുരാഭിമുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. അടുത്ത ശ്ലോകം. തസ്യ ച ക്ഷിതിപയോ മഹോനിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. ഒരു വട്ടം കൂടി വായിക്കാം. തസ്യ ച ക്ഷിതിപയോ മഹോനിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. പദച്ഛേദം നോക്കാം. തസ്യ ച ക്ഷിതിപയോ മഹോനിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി എന്ന് ഒറ്റ വാക്കാണ്. തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം. പദം പ്ലസ് അനാവൃതം, പദമനാവൃതം വിഭോ. ഒരു പദച്ഛേദമുള്ളൂ, പദമനാവൃതം. ഇനി ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം. തസ്യ എന്ന് വെച്ചാൽ അതിൻ്റെ, ആ ബ്രഹ്മാണ്ടത്തിൻ്റെ എന്നർത്ഥം. ക്ഷിതി എന്ന് വെച്ചാൽ ഭൂമി, ക്ഷിതി ഭൂമി. പയഹ എന്ന് വെച്ചാൽ ജലം. മഹഹ എന്ന് വെച്ചാൽ തേജസ്. അനിലഹ വായു. ദ്യോവ് ആകാശം. പഞ്ചഭൂതങ്ങളാണ് കേട്ടോ ഇത്, 5 ക്ഷിതി, പയഹ, മഹഹ, അനിലഹ, ദ്യോവ് ആകാശം. പൃഥിവി അപ്പ്, തേജസ്, വായു, ആകാശം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളും പിന്നെ മഹത്ത് ച മഹത്തത്വം, പ്രകൃതി ച മായ. ഈ സപ്തകാവൃതി, ഈ 7 ആവരണങ്ങളെ എന്നർത്ഥം. ആവൃതീഹി ആവരണങ്ങളെ. ബ്രഹ്മാണ്ടത്തിന് 7 ആവരണങ്ങളുണ്ട്. ഒന്ന് പൃഥിവി, ഭൂമി അല്ലേ, പഞ്ചഭൂതങ്ങളാണ്. പൃഥിവി ഭൂമി, പയഹ ജലം, മഹഹ തേജസ്, അനിലഹ വായു, ദ്യോവ് ആകാശം, മഹത് മഹത്തത്വം, പ്രകൃതി മായ എന്നീ 7 ആവരണങ്ങളെ എന്നർത്ഥം. തത്തദാത്മകതയ, തത് എന്ന് വെച്ചാൽ അത്, തത്തത് എന്ന് വെച്ചാൽ അതാത്. ആത്മകതയ രൂപത്തിൽ, സ്വരൂപത്തിൽ, അതാതിൻ്റെ സ്വരൂപത്തിൽ. വിശൻ പ്രവേശിച്ചിട്ട്, സുഖി സുഖമുള്ളവനായിട്ട്, സുഖമനുഭവിക്കുന്നവനായിട്ട്, യാതി പോകുന്നു, പ്രാപിക്കുന്നു. തേ നിൻ്റെ, പദം പദത്തെ, തേ പദം നിൻ്റെ പദത്തെ, ഭഗവാന്റെ പദത്തെ, വിഷ്ണു പദത്തെ. എങ്ങനെയുള്ള പദമാണ്? അനാവൃതം, മറക്കപ്പെടാത്ത, ആവരണം ചെയ്യാത്ത അങ്ങയുടെ പദത്തിനെ, വിഷ്ണു പദത്തിനെ യാതി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. വിഭോ അല്ലയോ ഭഗവാനെ എന്നർത്ഥം. ഇനി നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം കേട്ടോ. വിഭോ എന്നാണ് ആദ്യം. വിഭോ സംബോധനയാണ്. അല്ലയോ ഭഗവാനെ, ഹേ വിഭോ, അല്ലയോ ഭഗവാനെ. സഹയോഗി മോക്ഷം നേടാനായിട്ട്, ക്രമമുക്തനായിട്ടുള്ള, ക്രമത്തിൽ മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന ആ യോഗി. തസ്യ ച ആ ബ്രഹ്മാണ്ടത്തിൻ്റെ പൃഥിവി, ജലം, അഗ്നി, വായു, ആകാശം, മഹത്തത്വം, മായ എന്നീ 7 ആവരണങ്ങളെ തത്തദാത്മകതയ അതാതിൻ്റെ രൂപത്തിൽ സൂക്ഷ്മ ശരീരത്തോടെ വിശൻ പ്രവേശിച്ചിട്ട് സുഖീ സുഖമുള്ളവനായി പരമാനന്ദമനുഭവിച്ചിട്ട് തേ അങ്ങയുടെ അനാവൃതം പദം ആവരണരഹിതമായ മറയ്ക്കപ്പെടാത്ത പദത്തെ
വിഷ്ണുപദത്തെ എന്നർത്ഥം. വിഷ്ണുപദത്തെ യാതി പ്രാപിക്കുന്നു എന്ന്. അന്വയക്രമത്തിലെ അർത്ഥം എങ്ങനെയാണ്? യോഗി, ക്രമമുക്തനായ യോഗി ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചു പോകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചുല്ലോ. ജഗദണ്ഡം സംവിഭിദ്യ, സ്വന്തം ഓജസ് കൊണ്ട്, തൻ്റെ സ്വന്തം യോഗശക്തി കൊണ്ട് ബ്രഹ്മാണ്ടത്തെ ഭേദിച്ച് പോകുന്നു എന്ന് പറഞ്ഞു. അല്ലയോ ഭഗവാനെ, ആ യോഗി ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ തുടങ്ങിയിട്ടുള്ള 7 ആവരണങ്ങളെ അതാതിൻ്റെ സ്വരൂപത്തിൽ സൂക്ഷ്മ ശരീരത്തോടുകൂടി പ്രവേശിച്ചിട്ട് സുഖി പരമാനന്ദം അനുഭവിച്ച് തേ അങ്ങയുടെ അനാവൃതം പദം, ആവരണരഹിതമായ പദത്തെ, വിഷ്ണുപദത്തെ യാതി പ്രാപിക്കുന്നു എന്നർത്ഥം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, സ്വന്തം യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ടത്തെ സംവിഭിദ്യ ഭേദിച്ചിട്ട് പുറത്തേക്ക് കടക്കുന്ന ആ യോഗി, ആ ബ്രഹ്മാണ്ടത്തിന് 7 ആവരണങ്ങളുണ്ട്. ഏതൊക്കെ 7 ആവരണങ്ങൾ? ക്ഷിതി ഭൂമി. ആ ഭൂമി എന്ന ആവരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്വരൂപത്തിലാണ് പ്രവേശിക്കുന്നത്. പിന്നെ പയഹ ജലം, മഹഹ തേജസ്, അനിലഹ വായു, ദ്യോവ് ആകാശം, മഹത് മഹത്തത്വം, പ്രകൃതി മായ എന്നീ 7 ആവരണങ്ങളിലേക്കും അതാതിൻ്റെ സ്വരൂപത്തിൽ പ്രവേശിച്ചിട്ട്, സൂക്ഷ്മ ശരീരത്തോടു കൂടി പ്രവേശിച്ചിട്ട് സുഖമനുഭവിച്ചുകൊണ്ട്, പരമാനന്ദമനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ ആവരണരഹിതമായ മറയ്ക്കപ്പെടാത്ത പദത്തെ, വിഷ്ണുപദത്തെ യാതി പ്രാപിക്കുന്നു എന്നർത്ഥം. ഒന്നുകൂടി പറയാം. ആ ജീവൻ ബ്രഹ്മാണ്ടത്തിൻ്റെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മഹത്തത്വം, മായ എന്നീ 7 ആവരണങ്ങളെയും അതാത് സ്വരൂപത്തോടു കൂടി കടന്ന് അവിടവിടെ നിരതിശയങ്ങളായിരിക്കുന്ന സുഖങ്ങളെ അനുഭവിച്ച്, അല്ലയോ വിഭോ, യാതൊരു ആവരണങ്ങളും കൂടാതെ സർവവ്യാപിയായിരിക്കുന്ന അങ്ങയിൽ എന്നുവെച്ചാൽ പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുന്നു എന്നർത്ഥം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിക്കാം. തസ്യ ച ക്ഷിതിപയോ മഹോനിലദ്യോ മഹദ് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. ഒന്നുകൂടി വായിക്കാം. തസ്യ ച ക്ഷിതിപയോ മഹോനിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. ഇപ്പോൾ നമ്മൾ 14 ശ്ലോകം കഴിഞ്ഞു. ഇനി 15ാമത്തെ അവസാനത്തെ ശ്ലോകമാണ്. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്യുതിം ന ഭജത്തെ ജഗൽപതേ സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തം അനിലേശ പാഹി മാം. ഒന്നുകൂടി വായിക്കാം. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്യുതിം ന ഭജത്തെ ജഗൽപതേ സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം. പദച്ഛേദം നോക്കാം. അർച്ചിഹി പ്ലസ് ആദിഗതിം പ്ലസ് ഈദൃശീം. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്യുതിം ന ഭജത്തെ ജഗൽപതേ സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ. ഭവദ്ഗുണോദയാൻ പ്ലസ് ഉച്ചരന്തം പ്ലസ് അനിലേശ. ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം എന്നാണ് പദച്ഛേദം. ഇനി ഓരോ വാക്കിൻ്റെയും അർത്ഥം നമുക്ക് നോക്കാം.
അർച്ചിഹി അഗ്നി എന്നർത്ഥം. അർച്ചിഹി അഗ്നി. അർച്ചിഹി ആദി ഗതിം, അഗ്നി തുടങ്ങിയ ഗതിയെ. ഈദൃശീം ഇത്തരത്തിലുള്ള അഗ്നി തുടങ്ങിയ ഗതിയെ വ്രജൻ പ്രാപിച്ചവനായ. വ്രജൻ പോകുന്നവൻ എന്നർത്ഥമുണ്ട്, പ്രാപിച്ചവൻ എന്നർത്ഥമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ബ്രഹ്മാണ്ടത്തിൻ്റെ 7 ആവരണങ്ങൾ എന്ന് പറഞ്ഞു. എന്തൊക്കെ 7 ആവരണങ്ങൾ? ആദ്യം തന്നെ പറഞ്ഞത് പഞ്ചഭൂതങ്ങളാണ്. അതിലെന്തൊക്കെയുണ്ട്? പൃഥിവിയുണ്ട്, വായുണ്ട്, അഗ്നിയുണ്ട് അല്ലേ? അങ്ങനെ ഇപ്പോൾ അർച്ചി തുടങ്ങിയിട്ടുള്ള 7 ഗതി, മഹത്തത്വമായ അടക്കം 7 ഗതി ഉണ്ടെന്ന് പറഞ്ഞു. അർച്ചിഹി ആദി ഗതിം, അർച്ചി തുടങ്ങിയ, അഗ്നി തുടങ്ങിയ ഗതിയെ. ഈദൃശീം ഇത്തരത്തിലുള്ള ഗതിയെ. വ്രജൻ പ്രാപിച്ചവനായ എന്നർത്ഥം. വിച്യുതിം, വിച്യുതി, ച്യുതി എന്ന് വെച്ചാൽ നാശം. വിച്യുതി എന്ന് വെച്ചാൽ നാശത്തെ, പുനരാവൃത്തിയെ എന്നർത്ഥം. വീണ്ടും അതിൽ നിന്നും ഒരു നാശത്തെ. ന ഭജതേ ഭജിക്കുന്നില്ല, പ്രാപിക്കുന്നില്ല. ജഗൽപതേ അല്ലയോ ജഗത്തിൻ്റെ പതിയായിട്ടുള്ളവനെ, ലോകനാഥ ഗുരുവായൂരപ്പ. ജഗൽപതേ സച്ചിദാത്മക, പിന്നെയും പറയാം സച്ചിദാത്മക, സച്ചിദാനന്ദ സ്വരൂപ. ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹിമ. അനിലേശ, അനിലൻ വായു. അനിലേശ വായുപുരേശ, വായൂരപ്പ ഗുരുവായൂരപ്പ. അപ്പോൾ ഗുരുവായൂരപ്പന് 2-3 പേര് പറഞ്ഞു. ഒന്ന് ജഗൽപതേ, ലോകത്തിൻ്റെ നായക. സച്ചിദാത്മക, സച്ചിദാനന്ദ സ്വരൂപ. അനിലേശ, വായൂരപ്പ ഗുരുവായൂരപ്പ. ഭവദ്ഗുണോദയാൻ, അങ്ങയുടെ ഗുണോദയങ്ങളെ, ഗുണോത്കർഷങ്ങളെ. ഉച്ചരന്തം, ഉച്ചരിക്കുന്നവനായ, കീർത്തിക്കുന്നവനായ. മാം, എന്നെ. പാഹി, പാഹി രക്ഷിക്കൂ. മാം, എന്നെ. പാഹി രക്ഷിക്കൂ. അപ്പോൾ ഇവിടെ പറയാണ്, ഇങ്ങനെ ക്രമമുക്തനായിട്ടുള്ള യോഗി ബ്രഹ്മാണ്ടത്തെ ഭേദിച്ച് മുക്തിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൻ്റേതായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ 7 ആവരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പൃഥിവി എന്നുവെച്ചാൽ ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നീ 7 ലെയറുകളുണ്ട്. അത് 7 ആവരണങ്ങളുണ്ട് ഈ ബ്രഹ്മാണ്ടത്തിന്. ക്രമമുക്തനായ യോഗി ഈ 7 ആവരണങ്ങളിലേക്കും പ്രവേശിച്ചിട്ട് അതാതിൻ്റെ ആത്മസ്വരൂപത്തോടു കൂടി തന്നെ പ്രവേശിച്ച് അതിൽ ഒരു എൻജോയ്മെൻറ്റ്, എന്താ ഒരു സന്തോഷം കണ്ടെത്തിയിട്ട്, പരമാനന്ദം അല്ലേ, ഒരു നല്ല സന്തോഷം കണ്ടെത്തിയിട്ട് പിന്നീട് അല്ലയോ ഭഗവാനെ അവിടെ നിന്ന് ഒരു വിച്യുതിയും ഭജിക്കുന്നില്ല, ഒരു നാശം ഉണ്ടാവണില്ല. പിന്നെ അയാൾക്ക്, പിന്നെ ആ യോഗിക്ക് ഒരു വിച്യുതി, നാശം, ഒരു പുനരാവൃത്തി, പുനർജന്മം, വീണ്ടും ഇവിടെ ഒരു ജനനം ഇല്ല എന്ന്. ന ഭജതേ ഉണ്ടാകുന്നില്ല. അല്ലയോ ജഗൽപദേ, അല്ലയോ ലോകനായക, സച്ചിദാത്മക, സച്ചിദാനന്ദ സ്വരൂപ ഭഗവാനേ, അനിലേശ ഗുരുവായൂരപ്പ. ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം, അങ്ങയുടെ ഗുണോത്കർഷങ്ങളെ കീർത്തിക്കുന്നവനായ മാം, എന്നെ. പാഹി രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എല്ലാ ഇനിയുള്ള എല്ലാ ദശകങ്ങളുടെ അവസാനം ഇങ്ങനെ പറയും, അങ്ങനെയെല്ലാമുള്ള എൻ്റെ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഈ അവസാനത്തെ ശ്ലോകം ഭഗവാനോടുള്ള പ്രാർത്ഥന മാത്രമാണ്. അഗ്നി ആദി മാർഗങ്ങളിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നവന് പിന്നെ ജനന മരണ സമ്മിശ്രമായ സംസാര ദുഃഖം ഉണ്ടാകുന്നില്ല. അല്ലയോ ശുദ്ധ സത്വസ്വരൂപനായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഗുണമഹിമകളെ യഥാശക്തി സ്തുതിക്കുന്ന എന്നെ രോഗാദി ദുഃഖങ്ങൾ അകറ്റി രക്ഷിക്കണമേ എന്ന് ഒന്ന് ചൊല്ലാം. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ
വിച്യുതിം ന ഭജതേ ജഗൽപതേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹി മാം പാഹി അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗൽപതേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. നന്നായിട്ട് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. നന്നായിട്ട് വീണ്ടും 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 വായിച്ച് മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. ഇത് കേട്ടാൽ മതി, 1-2 വട്ടം ഇതിനോട് കൂടി അങ്ങോട്ട് പോയാൽ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.